passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time into the night. സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുവര ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുവര നന്ദി കൊണ്ടെൻ്റെയുള്ള നന്ദി നിറയുന്നൻ സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ ദേവ സന്നാഹമോടെ സ്തുതി പാടിയിടുന്നേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം ദൈവം തന്നെയാമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നീ തന്നതായ അനുഗ്രഹത്തിനും ആരോഗ്യത്തിനുമായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ കർത്താവേ, നീ ഞങ്ങൾ കലാകാരങ്ങൾ തക്കതായ തുണകളെ തന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ട മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ വിവാഹത്തിൻ്റെ ദിവസമാണ്. ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ. ഏറ്റവും ശ്രേഷ്ഠകരമായ ജീവൻ നയിപ്പാൻ ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകളൊക്കെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വിവാഹത്തിലൂടെ കർത്താവെ ഒരു കുടുംബജീവിതം മെനയുവാനായിട്ട് ഒരുങ്ങുകയും സമർപ്പിക്കപ്പെടുകയും താല്പര്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. ദൈവത്തിൻ്റെ വാഴ്വുകൾ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ നന്മകളും ദാനങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ അവരെ സഹായിക്കണമേ. കർത്താവുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തത ഉള്ളതായ വ്യത്യസ്ത മാതാപിതാക്കളാൽ വ്യത്യസ്ത ചിന്തകളും വീക്ഷണങ്ങളും ഒക്കെ ഉള്ളതായ പ്രിയപ്പെട്ട മകൾ ഒരു കുടുംബജീവിതനായിട്ട് കർത്താവെ ഒരുക്കപ്പെടുമ്പോൾ നിൻ്റെ അനുഗ്രഹം നൽകണമേ. വ്യത്യസ്തതയിൽ വലിയ പൊരുത്തം കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ആക്കുന്നിടങ്ങളിൽ ദൈവകൃപയോടെ ജീവിക്കുവാൻ, കർത്താവെ ജോലി ചെയ്ത് നിലനിൽക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി ഞങ്ങളെ ബോധപ്പെടുത്തുന്നു. എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തണമേ. നിൻ്റെ ശുദ്ധ ലോകത്ത് ജീവിക്കാൻ സഹായിക്കണമേ. കർത്താവെ, പുതാശ നടത്തുന്ന തിരുമേനിക്കായി മറ്റു വൈദികർക്കായി ചേർന്ന് വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ബന്ധുമിത്രാദികൾക്കായി ചാർച്ചക്കാർക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വിളിക്കപ്പെട്ട എല്ലാവരുടെ മേലും അനുഗ്രഹം ഉണ്ടാകണമേ. സന്തോഷമുള്ള ജീവിതം നയിക്കുന്നത് കാണുവാൻ ഞങ്ങളെയും പ്രിയപ്പെട്ടവരെല്ലാവരെയും സഹായിച്ചു കൊള്ളണമേ. നിൻ്റെ ജീവൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമായ മനുഷ്യൻ്റെ അങ്ങനായിരിക്കുന്നതല്ല എന്ന് കണ്ടതക്കതായ പങ്കാളികളെ കർത്താവ് കാലാകാലങ്ങളിൽ ഓരോ കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുന്നല്ലോ. ഒരു കുടുംബം കൂടെ ഭൂമിയിൽ സംജാതമാകുമ്പോൾ ദൈവാനുഗ്രഹത്തിന് സഹായിക്കണമേ. എല്ലാ ദൈവത്തിൻ്റെ മനോഹാരിതയെന്ന് മനസ്സിലാക്കപ്പെടുവാൻ അതിനെ സഹായിക്കണമേ. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് മനസ്സിനാവശ്യമായ ആരോഗ്യ സൗഖ്യം നൽകണമേ. കർത്താവെ, ദൈവകൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടും വിശ്വാസത്തോടും മുന്നോട്ട് ജീവിത പ്രയാണം ചെയ്യുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവും നീ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവത്തിൻ്റെ കൃപാനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ പ്രിയപ്പെട്ടവരുടെ അഴുവാക ജീവിതമേൽ പുതാശ അനുഗ്രഹിക്കപ്പെട്ടതും ദൈവകൃപയുടേതുമായ ജീവൻ നയിക്കുവാൻ സഹായിക്കുമാറാകട്ടെ. At 59, when we feel young, സത്യമണാള സുന്ദരനി പ്രിയനാഥനേ സദയമിഹി എഴുന്നള്ളുക നീ പ്രിയകാന്തയെ വീഴ്ത്താൻ.
പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപ ചെയ്തു മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാടിക്കുമോ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് ശക്തി ദൈവമായ കർത്താവേ, നിന്നോട് കൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പൂർത്തികളും ഞങ്ങൾക്ക് ഉണ്ടാകുവാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കൾ സന്തോഷിക്കാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാൾ പൂർണ്ണപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണപ്പെടുകയും ചെയ്യുമാറാണമേ. നിന്നോടുകൂടിയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചുള്ള സകല പശുന്മാരോടുകൂടിയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സന്മാരുടെ സംഘങ്ങളിൽ ചേർന്ന് ഞങ്ങൾ സന്തോഷിക്കാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. പാറക്കുമോർ ഹോശോ മകുൽ സുബാൻ ലവൽമീ. മണവാളിനും മണവാട്ടിയും തോഴ്മക്കാർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഇരിക്കാം. വനോഭൂവാസികളെയും സന്തോഷിപ്പിച്ച കരുണാകരനാം മശിഹായേ തൽ സേവകരായി രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്ദ്യൻ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും
നേരമല്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ മുദ്രയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്നെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളൊന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും തന്നെ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛാഭിശാചികളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന ശിഹാദംബരാന് തൻ്റെ അടിയാരുടെ മോതിരവാഴിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ നാളുകളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള പൂർവ്വം നീയാകുന്നു. മുദ്രത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങളത്തേക്ക് പൂർണ്ണതപ്പെടുവാനും വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീന ദാസനാഥ് ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരണപൂർവ്വം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങളുണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാളിയെ ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളും വെറുപ്പുകളും നോക്കിയിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അടിയില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിധപ്രാകാരാണ് ഇവരെ നീ അലങ്കരിക്കണമേ. ഈറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ നിന്ന് നിന്നെ നിന്റെ പിതാവിനും പരിശുദ്ധരുമായിട്ടുണ്ട് ആസ്വദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. മണവാള, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കി കാരുണ്യപൂർവ്വം നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരങ്ങളോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കയിൽ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ യേശുമിശിഹായുടെ വലങ്കി രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ ശ്രീമാരുടെ കയ്യിൽ നിന്നതുപോലെ വന്നിയ പിതാവിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ ലക്ഷ്യമായി ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റൂഹായിയും സ്തുതിയും സ്തോത്രവും നീ കരറ്റുകയും ചെയ്യണം. തൻ്റെ മശിഹാമൂലം വിശുദ്ധസഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ.
തൻ്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിവാഹതയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതർ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങൾ അപേക്ഷകൾ കേട്ട് വാഴുള്ള മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേൽ നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ത്രീമായ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ വബകുലസുബാലവൽമേ. ഒളിവാമ്പം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. കഷ്ടം വഞ്ചകനാം ദുഷ്ടന രക്ഷകനാമീശോയേ സ്തോത്രം. ആയുധമെന്നെ ചാടിന മാംസം മണവാട്ടി പകലോടു തുല്യ പരിമള വൃക്ഷത്തോടങ്ങനെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 30-ആയും 60-ആയും 100-ആയും നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീവാരാപ്പുകൾ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ വിവാഹത്തിൻ്റെ ആദ്യ ഭാഗം മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്നു. രണ്ടാം ഭാഗം കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ മണവാളിനെയും മണവാട്ടിയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് ദൈവത്തിൽ നിന്ന് അനന്തമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അനുഗ്രഹീതവും വിശുദ്ധവും ശ്രേഷ്ഠവുമായ കുടുംബജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം അവരെ സഹായിക്കണമെന്ന് സന്നിഹിതരായിരിക്കും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം മൗനമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൃപയാൽ വാഴ്ത്തിയ സർവേശാ ദമ്പതികളിവർ വാഴ്ത്തണമേ. കൃപയൻ
മാതൃകയോടെ ജീവിപ്പാൻ പ്രാപ്തി തരേണം നീതാനാ. സോദരി വാഴ്ത്തി സർവേശാ ദമ്പതികളിവരെ വാഴ്ത്തണമേ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ യാചനകൾ നൽകുന്നവനെ ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. ഏതരിലാതാ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അനുഗ്രഹങ്ങളും കരുണയും എന്ന് നീക്കരണ്ട് ലോകങ്ങളിൽ ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ആർക്കുമോ ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത ആ കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യതയുള്ളതാക്കണമേ. ആ കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരനോടുകൂടി നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെ നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടിയും അവിടെ ഇടയിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രം കരേറ്റിഞ്ഞു വരണമേ. ഓശോ ബബുകുല സുബാനവൽമീ. പൂർവ്വമാതാപിതാക്കളെ വാഴ്ത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച ദൈവം ഈ ദമ്പതികളെയും അനുഗ്രഹിക്കണമെന്ന് ആശംസിച്ചുകൊണ്ടുള്ള ഗീതമാണ് പിന്നാലെ ഉള്ളത്. കാർമീൻ മണവാളിനെയും മണവാട്ടിയും ആശീർവദിച്ചുകൊണ്ട് കുരിശു വരയ്ക്കുമ്പോൾ നിങ്ങളും വണങ്ങി കുരിശു വരയ്ക്കുകയും എല്ലാവർക്കും ചേർന്ന് ദൈവകൃപ ചെയ്യണമേ നീ എന്ന് പാടുകയും ചെയ്യാം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ വാഴ്ത്തി
അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമല്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരമായിരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലാകമാർ തൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിന്ന് നിനക്ക് വന്ദനമുണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ ഇടയാരുടെ കിരീടം വാഴിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ നാളുകളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോട് പ്രിയനോടുകൂടെ തന്നെ മഹതീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയ്ക്കൽ ഭ്രമിച്ചിളവുകയും അവരുടെ നിയമാതന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്ഥിതികളിൽ സന്തോഷിക്കുകയും ബലഹീന മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കരുണയുടെ നിഴലും കീഴിലും നിന്റെ ദയയുടെ ചെറിയ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതിനുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവ് ഇവരെ കാത്ത സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളെ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവികമായ വ്യാപാര ആദായം ഉണ്ടാകാൻ ഇവർക്ക് കൃപ നൽകണമേ. കർത്താവെ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നടത്തിയിരിക്കുന്നവരുമാരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധിയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താൻ അടിമത്തത്തിന് ഓടിപ്പോവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാനും ഞങ്ങൾക്ക് ഓർക്കും ഇടയാക്കണമേ. കർത്താവെ, നിന്റെ പരിശുദ്ധരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന്റെ അനുസരണമുള്ളവരുമായി ഞങ്ങളെ ആക്കണമേ. സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നീ ആകിയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഹോശോ ഭാഗ്യവാനായ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരനെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി ഇപ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മിശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം
ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മെശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കവുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പുസ്തകമായ നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. കന്യകയായി മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവ് ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ നാളുകളിൽ വിശുദ്ധ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരോപന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവനെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും നിരപ്പും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും എല്ലാവർക്കും ഇരിക്കാം. നിങ്ങൾക്കും ആ കസേരയിലോട്ടിരിക്കാം. ഇനിയും കുറച്ച് സമയം ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടിരിക്കും. കേൾക്കുന്നില്ലെങ്കിലും കേൾക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കണം. ആ ഏഞ്ചലിൻ്റെ മുഖത്ത് മലയാളം അറിയാവുന്നവരാണ്? മലയാളം ഒരു ഏഞ്ചലിക് സ്മൈല് ഉള്ളതാണ്. having a smiling face. You need not be worried about anything right now. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു തമ്പുരാൻ കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന വേദഭാഗം. ആ ഭാഗം അവസാനിച്ചപ്പോൾ നമ്മൾ വായിച്ചത്, ആകയാൽ നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമാണ്, അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. You are no longer two but one. Therefore what God has united, let man not separate. അപ്പോൾ വിവാഹം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. Family is divinely designed by the Creator God. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ചിന്തയിൽ ദൈവം നിശ്ചയിച്ചതാണ് ജീവനും ഏഞ്ചലും തമ്മിൽ വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് ദൈവത്തിനാണ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പ്ലാനും പദ്ധതികളും. God has a very specific plan in and through your family. ആ പ്ലാൻ, ആ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് ഈ ലോകത്തിൽ
എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുക എന്നുള്ളതാണ്. ത്രൂ യു ഗോഡ് വാണ്ട്സ് ടു ബ്ലെസ് ദ ഹോൾ ഫാമിലീസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനാണ് ഒരു കുടുംബത്തെ കൂടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി, കുടുംബം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്വമാണ്. ഇറ്റ് ഈസ് എ ട്രമെൻഡസ് റെസ്പോൺസിബിലിറ്റി. അത് ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് പൂർണ്ണമാകുന്നതല്ല. നല്ല കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഗുഡ് ഫാമിലീസ് ആർ ബീങ് ക്രിയേറ്റഡ്. അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. സോ ഇറ്റ് ഈസ് എ ഗ്രോയിങ് പ്രോസസ്. ഇത് നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. എവറി ഡേ യു ആർ ബിൽഡിങ് അപ്പ് യുവർ ഫാമിലി. അതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, അതിൻ്റെ സൗന്ദര്യം. അതാണ് നമ്മളെപ്പോഴും നിലനിർത്തുന്ന കാര്യം. അപ്പം ഇവിടെ നമ്മൾ തുടർന്നാണ് വായിച്ചത്, നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. കുടുംബം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബിക്കമിങ് വൺ. ഒന്നാകുന്നതിൻ്റെ ഒരു വളർച്ചയാണ്. കുടുംബം പലതാകുന്നതല്ല, കുടുംബം ഒന്നാകുന്നതാണ്. അത് ദൈവമാണ് അതിൻ്റെ മാതൃക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ കുടുംബം ദൈവത്തിൻ്റെ കുടുംബം. ആ കുടുംബം ഒന്നാണ്. ആ ഒരുമയിലാണ് പെരുമയുള്ളത്. അതിനകത്ത് വേർകൃത്യമില്ല, അതിനകത്ത് വലിപ്പവും ചെറുപ്പവും ഇല്ല. ടുഗദർ ദേ ആർ ഗ്രോയിങ്. സോ എ ഫ്ലോ ഓഫ് റിലേഷൻഷിപ്പ് ഈസ് ഫാമിലി. കുടുംബമാകുന്നത് ബന്ധങ്ങളിലാണ്. കുടുംബം നരകമാകുന്നത് ശൈഥില്യത്തിലാണ്. ഒരേ വീട്ടിൽ മൂന്നാളുകൾ പാർക്കുന്നു, ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും. മൂന്നായി പോകുന്നതിനാണ് നമ്മൾ ദൈവ നിഷേധമായിട്ട് നമ്മൾ കാണുന്നത്. ഒന്നായിരിക്കുന്നതിനാണ് നമ്മൾ ദൈവികം അല്ലെങ്കിൽ വിശുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഭാരിച്ച ഒരു ഉത്തരവാദിത്വം. അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നതെന്ന് പറഞ്ഞു. കേൾക്കാമോ ഞാനീ പറയുന്നത്? ദൈവത്തിൻ്റെ നേച്ചർ, സ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഗോഡ് ഈസ് ഹോളി. എല്ലാ ആരാധനയിലും നമ്മൾ പറയുന്നത് ദൈവമേ നീ പരിശുദ്ധനാണ്, ബലവാനെ നീ പരിശുദ്ധനാണ്. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലൊന്ന് കുടുംബം വിശുദ്ധമായിരിക്കണമെന്നുള്ളതാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ബി ഹോളി ആസ് ഐ ആം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം, എല്ലാവരും വിശുദ്ധരായിരിക്കും. നമ്മളൊരു അശുദ്ധിയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. വി ആർ ഓൾ ലിവിങ് ഇൻ എ അൺഹോളി വേൾഡ്, ബ്രോക്കൺ വേൾഡ്, സിൻഫുൾ വേൾഡ്, എ വേൾഡ് ഓഫ് ടെംപ്റ്റേഷൻ. ഒരുപാട് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ കുടുംബം ഐശ്വര്യപൂർണ്ണമാകുന്നത്, അനുഗ്രഹപൂർണ്ണമാകുന്നത് അത് വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, അശുദ്ധി നിറഞ്ഞ ഒരു ലോകമാണ്, ഒരുപാട് പരീക്ഷകളുള്ള ലോകമാണ്. അതുകൊണ്ട് ഇവിടെ സംബന്ധിക്കുന്ന എല്ലാവരും ഈ വിവാഹത്തിൽ സംബന്ധിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളുടെ ഒരു അവലോകനം കൂടിയുണ്ട്. എൻ്റെ കുടുംബം വിശുദ്ധ കുടുംബമാണ്, എൻ്റെ കുടുംബം ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്, ദൈവിക നിറവുള്ള സ്ഥലമാണ്. എൻ്റെ മക്കൾ വിശുദ്ധരായിട്ടാണോ അവരുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും നയിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമേ വിശുദ്ധരായിരിക്കാൻ കഴിയുള്ളൂ. എനി എമൗണ്ട് ഓഫ് അവർ ഇൻ്റലക്ട് cannot make you a pure and holy person. Only by the grace of God. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രം സാധിക്കണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ആ ദൈവ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ അല്ലാതെ ഈ കല്യാണത്തിന് വരുന്നവരെ കാണാനും എനിക്കിഷ്ടമാണ്. അവരിങ്ങനെ പരമ്പരത്തൊക്കെ നടന്ന് പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് വി ആർ സംതിങ് ഗ്രേറ്റ്, അങ്ങനെ ഞങ്ങൾ പുറത്ത് നിൽക്കാനുള്ള എന്ന് ധരിക്കുന്ന ആളുകളുമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീ ജനങ്ങളെ, ആദ്യത്തെ ഈ കസറയിലിരിക്കുന്നവർ ഇവരുടെ ബന്ധുക്കൾ, പേരൻസ് ആയിരിക്കും. അവരോട് ചോദിക്കുന്നത് ആ മൂന്നാമത്തെ ബെഞ്ച് തൊട്ട് കസറ തൊട്ട് പുറകിലോട്ട് ഇരിക്കുന്ന സ്ത്രീജനങ്ങൾ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവനെയും ഏഞ്ചലിനെയും ഓർത്ത് ദൈവമേ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബം മാതൃകാ കുടുംബമായിരിക്കുന്നത് പോലെ അവരുടെ കുടുംബവും മാതൃകാപരമായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വന്ന ഒരു സ്ത്രീക്ക് കൈപൊക്കാം.
ഇവരുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ. ബന്ധുക്കളല്ലാത്ത എത്ര പേര് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയും പകരും കഴിക്കാൻ വന്നതാണെന്ന് തോന്നും. കാര്യം കഴിച്ചേ പോകാം. ഓരോ കല്യാണത്തിനും നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും മനസ്സിൽ ഓർത്തുകൊള്ളണം, ഇപ്പോൾ ഞാൻ ഏത് കല്യാണത്തിന് പോകുന്നു, ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അത് പലപ്പോഴും ഇല്ല. നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ആളുകൾ ഈ വന്നിരിക്കുന്ന ഇങ്ങോട്ട് പുരുഷന്മാരെ നോക്കി അവർ പണങ്ങും. അതുകൊണ്ട് സ്ത്രീകളെ നോക്കി ആ ഭാഗത്തിനെയും ഈ ലിപ്റ്റിക് ഇതെല്ലാം വിൽക്കുന്ന കടയിൽ ഇനിയും ബാക്കി കാണത്തില്ല. അതെല്ലാം നിങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മലയാള അർത്ഥം എന്താണ്? ഞങ്ങളെ പ്രൊജക്റ്റ് ചെയ്യണം. പുരുഷന്മാരുള്ളതിലേക്ക് നല്ല ഡ്രസ്സുമായിട്ടാണ് വന്നത്, മനസ്സിലായി? ഡ്രസ്സ് നല്ലതല്ലയോ, അതിൻ്റെ പ്രസംഗമല്ല നമ്മുടെ ഇപ്പം. പക്ഷേ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് യുവർ മീനിങ്ഫുൾ പ്രയർഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ ദി മാരേജ്. നോട്ട് ഓൺലി ഇൻ ദ മാരേജ്, എവറി സാക്രമെൻറ്റ് ഇൻ വിച്ച് വി പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് പ്രസംഗിക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജീവന് ഏഞ്ചലും നിങ്ങളുടെ കുടുംബത്തെ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയിൽ കാക്കണം. ഇതിന് ദൈവത്തെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കണം. പ്ലേസ് ഗോഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് യുവർ ഫാമിലി. നമ്മൾ വായിക്കുന്നുണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമെന്നാണ്. ഇഫ് ഗോഡ് ഈസ് വിത്ത് അസ്, ഹൂ ക്യാൻ ബി അഗൻസ്റ്റ് അസ്? അപ്പം ദൈവം നമുക്ക് അനുകൂലമായി എപ്പോഴും നിൽക്കണം. ദൈവം അനുകൂലമാകുക എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ഇഷ്ടം പോലെ നടക്കുക എന്ന് മാത്രമല്ല. ജോലിക്കയറ്റം കിട്ടണം, അങ്ങനെ കിട്ടണം, ഇതൊക്കെ നത്തിങ് റോങ് ഇൻ ഹാവിങ് സച്ച് കൈൻഡ് ഓഫ് ഗുഡ് ഇൻറ്റൻഷൻ. അപ്പോൾ അതല്ല, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പനി വരത്തില്ലെന്നോ ജോലിക്കയറ്റം കിട്ടുമെന്നോ എന്നുള്ളതിനേക്കാൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. He knows how to manage our family very well. So let God be the captain of your family. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നായകൻ, നടത്തിപ്പുകാരൻ ദൈവമായിരിക്കും. ആ ദൈവമുഖത്തേക്ക് നോക്കി ഓരോ ദിവസവും നിങ്ങൾ ദൈവകൃപയോടെ ജീവിക്കുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ വിവാഹം നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, വിശുദ്ധ വിവാഹം, ഹോളി മാട്രിമണി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനം. രണ്ട്, ഈ പൗരസ്ത്യ സഭയിൽ വിവാഹം ഒരു കൂദാശയാണ്. കൂദാശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സീക്രട്ട്, വിശുദ്ധം എന്നുള്ളതാണ്. അത് അതിനോട് ചേർന്ന് ഇതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജീവിതം നയിക്കുന്നതിന് നിങ്ങൾക്കിടയാണ്. ദൈവമാണ് നിങ്ങളെ ചേർത്തിരിക്കുന്നതെന്നും ദൈവത്തിനാണ് നമ്മളെക്കുറിച്ച് പ്ലാനും കുടുംബത്തെക്കുറിച്ച് പദ്ധതികളും ഉള്ളതെന്ന് നിങ്ങളെല്ലാം ഇപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. അങ്ങനെ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുന്നതിന് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരു 3-4 കാര്യങ്ങൾ ഞാൻ പറയും. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് തരികയാണെങ്കിൽ ഈ വിവാഹത്തിൻ്റെ ബാക്കി ഭാഗം ഞാൻ തന്നെ നടത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ വികാരി അച്ഛൻ നടത്തും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവത്തെ കുടുംബത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രതിഷ്ഠിക്കുക. 2, you have to start your family prayer right now, this day itself. Right now in the sense, right today itself. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇന്ന് ആരംഭിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വീടുകളിൽ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. അങ്ങനെ കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീടുകൾ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഒരു കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയില്ല. എൻ്റെ അഭിപ്രായമല്ല, ദൈവം തമ്പുരാൻ പറയുന്നു. ഈ ദേശമൊക്കെ അങ്ങനെയുള്ള ദേശങ്ങളാണ്, മനസ്സിലായി. എ ഫാമിലി പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് പാർക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രമം. എ പ്രയർലെസ് ഫാമിലി ഈസ് എ റൂഫ്ലെസ് ഫാമിലി. നമുക്കറിയാം, ഇതിൻ്റെ മേൽക്കൂര ഇല്ലെങ്കിൽ ഈ ലോകത്തിലൂടെ പോകുന്ന എല്ലാ പക്ഷികളുടെയും അശുദ്ധി ഇതിനകത്ത് വീഴും. അപ്പം പ്രയർ ഷുഡ് ബി ദി സ്ട്രോങ് റൂഫ് ഓഫ് അവർ ഫാമിലി. നമ്മുടെ കുടുംബത്തിൻ്റെ ശക്തമായ, ഒരിക്കലും ചോരാത്ത അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ റൂഫ്, മേൽക്കൂര, പ്രാർത്ഥന എന്ന വലിയ ശക്തിയുള്ള മേൽക്കൂരയാണ്. സോ യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ ഫാമിലി പ്രയർ റൈറ്റ് ടുഡേ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം നിങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ചിരുന്ന് വായിക്കണം. അത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം മറക്കുന്നു,
ദോഷമായി ഒന്നും കണക്കിടുന്നില്ല. അത് അന്യനെ തിന്മയിൽ ഒരിക്കലും സന്തോഷിക്കുന്നില്ല, നന്മയിൽ സന്തോഷിക്കുന്നു എന്ന് പോകുന്ന ഒരു ഗിരിഗീതയാണ്, ഒരു സ്നേഹത്തിൻ്റെ വലിയ പദ്യമാണ്. അത് നിങ്ങളിങ്ങനെ കുറേ നാൾ വായിക്കുമ്പോൾ കാണാതെ പഠിച്ചതിൻ്റെ വാക്കുകൾ പഠിച്ചാൽ പോരാ, ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും. അങ്ങനെ നിങ്ങൾ. നാലാമത്തത് കുറച്ചുകൂടി ലളിതമായ കാര്യമാണ്. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും എന്നെ വിളിക്കണം. അത് ഏഞ്ചലിനെ അങ്ങോട്ട് പിടിച്ച മട്ട് കാണുന്നില്ല, വിളിക്കണം. അത് ബിഷപ്പ് ഇപ്പോഴും ഉണ്ടോ അതോ പോയോ എന്നറിയാനല്ല. ഈ സഭയിൽ ഒരു ബിഷപ്പ് വിവാഹം നടത്തുന്നത് ഈ സഭയിലെ എല്ലാ കുടുംബങ്ങളും ദൈവ കേന്ദ്രീകൃതമായി അനുഗ്രഹിക്കപ്പെട്ട മാതൃകാപരമായ സാക്ഷി ജീവിതം നയിക്കുന്ന കുടുംബങ്ങളായിരിക്കുന്നതിനാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഒരു സാക്ഷി ജീവിതവും ഉണ്ടാകണം, അതിന് വിളിക്കുകയും വേണം. ഈ 4 കാര്യങ്ങൾ എങ്കിലും നിങ്ങൾ ചെയ്യാവുന്ന പരസ്പരം ആലോചിച്ച് ഒരു ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ തുടരും, അല്ലെങ്കിൽ അച്ഛൻ തുടരും. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയണം. ഈ ഒരു കാര്യത്തിലേ ഉള്ളൂ നല്ല ഉറപ്പ്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഒരു ഒറ്റ സെക്കൻഡിനുള്ളിൽ ആലോചിച്ചു. കാരണം എനിക്ക് എൻ്റെ രസകരമായി തോന്നുന്നത്, ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചല്ലോ, യു ആർ നോ ലോങ്ങർ 2 but 1. അപ്പോൾ ഒരാളുടെ തീരുമാനം മറ്റേ ആളുടെ തീരുമാനമാണ്, ഇപ്പുറത്തെ ആളുടെ തീരുമാനം മറ്റേ ആളുടെ തീരുമാനമാണ്. ഒരു മനസ്സ്, ഒരു ഹൃദയം, ഒരു ചിന്ത, ഒരേ ദിശാബോധം, ആ ദിശയിലൂടെയുള്ള യാത്രയാണ് സ്വർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് ഫാമിലി ഈസ് ഹെവൻ ഓൺ എർത്ത്. ഈ ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആളും, നിങ്ങളുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വരുമ്പോൾ അവരോടുള്ള പ്രതികരണവും സ്വർഗത്തിൽ ഒരാളെത്തുമ്പോൾ ഉള്ള സ്വീകരണമായിരിക്കും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ക്രൈസ്തവ ധർമ്മമാണ് ഹോസ്പിറ്റാലിറ്റി എന്നുള്ളത്. നല്ല മര്യാദ, ആതിഥ്യ മര്യാദയോടുകൂടെ ജീവിക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നതിന് ഇടയാണ്. ഓൾവേസ് റിമെമ്പർ മൈ ഡിയർ യങ് ഫ്രണ്ട്സ്, it is not getting the right partner, but being the right partner is all the more important. ഒരു നല്ല പാർട്ട്ണറെ കിട്ടുന്നതല്ല, നല്ല പാർട്ട്ണർ ആയിരിക്കുന്നതാണ് വളരെ പ്രധാനമായിട്ട്. അങ്ങനെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിച്ച് അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നതിന് സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങൾക്ക് 2 പേർക്ക് എഴുന്നേറ്റ് നിൽക്കാം, ബാക്കിയുള്ളവർക്ക് തുടർന്ന് ഇരിക്കാം. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി, മണവാളൻ ശിരസിന്മേൽ വറോ ചൂട്ടിയിടുന്നു.
നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഹാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കുമരോ ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി നീ കരയേറ്റുകൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹാ സത്യത്തിന്റെ മണവാളുന്നുണ്ട് നിങ്ങളുടെ മണവാളിനെ മുദ്രയിടട്ടെ. മശിഹാ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലുതരം നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽകർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കുല്ലതദാസിയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിക്കാൻ കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവമാകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തിരുവിഷ്ടത്തെ പ്രസാദിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന കിരീടങ്ങളിൽ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കാൻ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവ ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകണമേ. വലുതുമാറ്റകളെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിമയോടെ ചെയ്യുവാൻ സീനായ പർവ്വതത്തിലിറങ്ങി നമ്മൾ അത്യുന്നതൻ നിങ്ങളെ നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയേറ്റുകയും ചെയ്യണം. ഹോശോ ഏതൻ തോട്ടത്തിനുടയോ നിശ്ചയിച്ച
നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ള ഒരു നല്ല പതിവും പാരമ്പര്യവും നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന ഇവരോട് ഇവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ നാം വീണ്ടും ഉറപ്പായി കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുമ്പാകെയും ശ്രീവായുടെ മുമ്പാകെയും വിശുദ്ധേവൻഗേരിയൻ്റെ മുമ്പാകെയും ഈ യോഗത്തിൻ്റെ മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ മുമ്പാകെയും അത്രയും നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുകയും. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യാവുന്ന എല്ലാറ്റിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ മേലും ഷമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിൻ്റെ മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്ന് ആവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവിടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. പാറക്കുമാർ വീണ്ടും വിശ്വാസികളെ, ഞങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായിട്ട് ബന്ധം ഏത് വിധത്തിലിരിക്കാൻ ന്യായമാകുന്നു ഓരോരുത്തരും സൂക്ഷിച്ചുകൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നു എന്നറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവളവളുടെ താഴ്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവിടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരിക്കുന്ന ആരും അവൾക്ക് വസ്ത്രം ധരിപ്പാൻ നൽകണം. അവൻ വിശന്നിരിക്കുന്നതിന് വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ചെയ്യുന്നത് ന്യായമാകുന്നതല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം വലിയ ചുമതലയും വലിയ പദവിയും അത്രേ. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയുണ്ടാക്കേണ്ടതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുമായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയെ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹോപചാരകമെന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിക്കുന്ന നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഏകദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Beneath it
സ്നേഹിക്കുന്ന നല്ല ദൈവമേ, നിന്റെ നാമത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ജിബിൻ്റെയും ഏഞ്ചലിൻ്റെയും അനുഗ്രഹിക്കപ്പെട്ടതായ ഉദാശയിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി പ്രിയമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിനുള്ള അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ കർത്താവേ, ഇന്ന് ഭൂമിയിൽ ഒരു കുടുംബം കൂടി സംജാതമായിരിക്കുന്നു. ശ്രേഷ്ഠമായ ദൈവത്തിനായി അവർ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഏറിയ അനുഗ്രഹങ്ങൾ അവരുടെ മേലുണ്ടാകണമേ. ഇരു കുടുംബങ്ങളെ, അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്തതകളിൽ പൊരുത്തം കണ്ടെത്തുവാൻ എപ്പോഴും അവരെ സഹായിച്ചു കൊള്ളണമേ. അവിടുത്തെ നന്മകളാൽ ഞങ്ങളെ ഇവരെ നിറയ്ക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ കപ്പിൾസ് ദാ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ചാമിങ് ഗ്രൂം ആൻഡ് ബ്രൈഡിന് നമ്മൾ നല്ലൊരു കൈയടി തന്നെ കൊടുക്കാം. സോ എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ നമ്മുടെ കപ്പിൾസിന്. സോ ഇവരെ എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇവരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമായിരിക്കും. ബട്ട് എങ്കിൽ കൂടെ ഞാനൊന്ന് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ അവർ ഗ്രൂം Jibin Jacob, son of Mr. Jacob M.K. and Mrs. Sheba George from the esteemed family of Edupadikal, and he is a qualified chartered accountant and he is currently working as a manager at PwC, Ireland. And നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീസ് ഏഞ്ചൽ എബ്രഹാം, ഡോട്ടർ ഓഫ് മിസ്റ്റർ എബ്രഹാം K.A. and Mrs. Shoba Abraham from the respected Kodumtara family. Angel has completed her Farm D and she has worked as an analyst with the Eli Lilly Bangalore. അപ്പോൾ നമ്മുടെ കപ്പിൾസ് രണ്ടുപേരും തന്നെ അവരവരുടെ മേഖലയിൽ നല്ല ഉന്നത പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ദിസ് ഇൻഡിക്കേറ്റ്സ് ദിയർ കമ്മിറ്റ്മെൻറ്റ്, ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട് ടു ദിയർ ലൈഫ് ആൻഡ് കരിയർ അല്ലേ. അപ്പോൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ഇവർക്ക് രണ്ടു പേർക്കും ലഭിച്ചതിൽ ഐ ആം വെരി വെരി ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ സാധാരണ ഞാൻ ആരോടും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. പക്ഷേ നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോൾ തന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സോ ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഇന്നത്തെ ഈ ഒരു ദിവസം എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. കുറേ നാളത്തിന് ശേഷം ഒന്നിക്കാൻ പറ്റിയത്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ആൻഡ് അടുത്തതായിട്ട് ഇന്നത്തെ ഇവിടുത്തെ സ്റ്റാർസ് ഈ കപ്പിൾസ് തന്നെയാണ് അല്ലേ. പക്ഷേ ഈ സ്റ്റാർസിനെ സ്റ്റാർസ് ആക്കി മാറ്റിയ ചില വ്യക്തികൾ കൂടെ ഉണ്ട്. ആരാണെന്ന് പറയാം? ആരാ? അതെ, നമ്മുടെ ഫാമിലി തന്നെയാണ് അല്ലേ. അപ്പം നമ്മുടെ കപ്പിൾസിൻ്റെ ഫാമിലിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഗ്രൂം ജിബിൻ്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ പ്ലീസ് കം ഫോർവേഡ്. Jibin's father, Mr. Jacob M.K., he is a businessman, and Jibin's mother, Mrs. Sheba George, she is a manager at Muthoot Finance. And അടുത്തതായിട്ട് ജിബിൻ്റെ സിസ്റ്ററിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ജിബിൻ്റെ യങ്ങർ സിസ്റ്റർ ജോസിയ എൽസ ജേക്കബ്, ഷീ ഈസ് കറൻ്റ്ലി വർക്കിംഗ് ആസ് എ QA എഞ്ചിനീയർ ഇൻ എ UK ബേസ്ഡ് കമ്പനി അറ്റ് ഇൻഫോപാർക്ക്. അപ്പോൾ നമ്മുടെ ജിബിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സപ്പോർട്ടീവ് ആൻഡ് വളരെ ഇതായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റർ തന്നെയാണ് നമ്മുടെ ജിസിയ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യൂട്ട് കൊച്ചു ഫാമിലിക്ക് ഒരു നല്ലൊരു കൈയടി കൊടുത്തേ. നമുക്കിപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ ഒരു പാർട്ട് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അല്ലേ. ഇപ്പം ഈ ഒരു ഫോട്ടോ ഇൻകംപ്ലീറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഈ ഒരു സൈഡും കൂടി വരുമ്പോഴാണ് ഈ ഒരു ഫാമിലി പിക്ചർ കംപ്ലീറ്റ് ആവുന്നത്. സോ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബ്രൈഡിൻ്റെ, നമ്മുടെ ഏഞ്ചലിൻ്റെ ഫാമിലിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. Angel's father, Mr. Abraham K.A., he is working as a supervisor BC in Cheruvali Estate. And Angel's amma, Mrs. Shoba Abraham, she is a government school teacher. അപ്പോൾ മമ്മി എങ്ങനെ വീട്ടിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ തന്നെയാണോ? അല്ല, സ്വീറ്റ് ആയിട്ടുള്ള ടീച്ചർ തന്നെയാണ്.
ഓക്കെ, അപ്പോൾ അടുത്തതായി ഏഞ്ചലിൻ്റെ 2 യങ്ങർ സിബ്ലിങ്സിനെയും കൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഏഞ്ചലിൻ്റെ ഒരു പില്ലർ ആണെന്ന് തന്നെ പറയാം അല്ലേ. ഏഞ്ചലിൻ്റെ 2 പില്ലേഴ്സ് ആണ് ഇവർ 2 പേരും. സോ ആദ്യമായിട്ട് ഏഞ്ചലിൻ്റെ യങ്ങർ സിസ്റ്റർ ആഗ്നസ്, ഷീസ് എ ബിടെക് ഗ്രാജുവേറ്റ്, ആൻഡ് ഹർ ക്യൂട്ട് ലിറ്റിൽ ബ്രദർ ക്രിസ്വിൻ. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു കൊച്ചു ഫാമിലി. അപ്പോൾ ഈ ഒരു ഫാമിലിക്ക് നമുക്ക് നല്ലൊരു കൈയുടെ തന്നെ കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിലി പിക്ചർ ഇവിടെ കംപ്ലീറ്റഡ് ആണ്. അടുത്തതായിട്ട് നമ്മുടെ ഒഫീഷ്യൽ സെർമണീസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ അതിനായിട്ട് ഞാൻ 2 പേരെയും തിരിതെളിക്കൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ അടുത്തതായിട്ട് നമ്മുടെ ഒരു സ്വീറ്റ് സെർമണിയാണ് അല്ലേ. ഏതാണെന്ന് ഗസ് ചെയ്യാമോ? സ്വീറ്റ് ആയിട്ടുള്ള ഒരു സെർമണിയാണ്. ഗസ് ചെയ്യൂ. അതെ, എനിക്ക് അവിടെ നിന്ന് ആൻസേഴ്സ് വന്നു തുടങ്ങി. ഇത് നമ്മുടെ കേക്ക് കട്ടിങ് സെർമണി തന്നെയാണ്. സോ നമ്മുടെ കപ്പിൾസിനെയും ഞാൻ ക്ഷണിക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാൻ. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you... May I please invite Zibin and Angel to come forward to take the wine. ആൻഡ് വൈൻ സ്വീകരിക്കാനായിട്ട് ജിബിൻ്റെയും ഏഞ്ചലിൻ്റെയും സിബ്ലിങ്സിനെയും സിസ്റ്ററിനെയും ബ്രദറിനെയും ക്ഷണിക്കുകയാണ്. And celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Love is lost and love is found. It gets you high, then pulls you down. It brings you to your knees, then comes and sweeps you off your feet. Love is blind but helps you see. It makes you cry, makes you
It spins you round and round, then puts you back on stable ground.
all I've been thinking.